നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡബിൾസിന്റെ പുതിയ വീഡിയോ എല്ലാ സ്വന്തം. ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ്. ഇന്നത്തെ ട്രാവൽ വ്ലോഗിൽ ചിലപ്പോൾ കോപ്പറേറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സ്കൂളിലെ പിള്ളേരുടെ പ്രോഗ്രാം ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കോപ്പറേറ്റ് അടിക്കാൻ ചിലപ്പോൾ വേറെ വല്ല മ്യൂസിക് ആയിരിക്കും കയറി വരിക. അപ്പോൾ എന്നെ ക്ഷമിക്കല്ല ഗൈസ്, ക്ഷമിച്ചെല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് കണിയാപുരം വരെ പോകണം. വാ ഓടിയോ കിച്ചു ഒന്ന് പറഞ്ഞപ്പോഴേ കിച്ചുമോനെ കിച്ചുമോനെ എന്താണ് ബാ കിച്ചുമോനെ നാ ഇവിടെ വാ ഇവിടെ വാ നാ എടാ എനിക്ക് സമയമില്ല ബാ നാ കഴുകി. കിച്ചുമോനെന്ന് ലാവിഷാണ്. നമുക്കാണെങ്കിൽ സമയമില്ല, അതുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ എവനും പൊക്കളയും. എന്തായാലും നമുക്ക് പോവാം. നടാ നമുക്ക് എന്തായാലും പെട്ടെന്ന് പോവാം. അവനുള്ള ഫുഡ് എന്തായാലും നമ്മൾ വെച്ചിട്ടുണ്ട്. അവന് വേണ്ടി മാറ്റി വെച്ചാൽ ഇല്ലെങ്കിൽ രാവിലെ പഴങ്കഞ്ഞി കുടിച്ചാണ് അല്ലേ അസ്? അതാണ്. അപ്പം നമ്മൾക്ക് എന്തായാലും പോവാം. നമുക്കൊന്നിനും സമയമില്ല, നമ്മൾ ധൃതി പിടിച്ച് ഓടുകയാണ്. നമ്മൾ നടന്നു താഴെത്തി. ചേച്ചിയും ചേട്ടനോട് ഷീറ്റ് അടിക്കുന്നേ ഉള്ളൂ. ഇന്ന് ഞങ്ങൾ കമ്പനിക്കില്ല. പണിക്ക് ആൾ വന്നിട്ടുണ്ട്. ചേച്ചിയും ചേട്ടനോട് തകർത്ത് പണിയിലാണ്. നടന്ന് നടന്ന് താഴെ കൂടി പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും പോട്ടെ. ശരത്തേട്ടൻ രാവിലെ ജോലിക്ക് പോയി. നെടുവങ്ങാട് എവിടെ പോകണമെങ്കിൽ എല്ലാവരുടെ പറയണം. മുമ്പേ ഒരാൾ വേറെ ഏതോ ലോകത്ത് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം. ബസ് കിട്ടണം. നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. ആറ്റിൻ്റെ കരയിലെത്തി. വെള്ളം എപ്പോഴും ഉണ്ട്, പറ്റിയിട്ടൊന്നുമില്ല. നമുക്കെന്തായാലും പോകാം കൈസ്. അമ്പലത്തിൽ പാട്ട് കിടക്കുകയാണ്, പൂജയൊക്കെ നടക്കണം. എവിടെയെങ്കിലും മൂക്കിടിച്ച് വീഴും, അതുവരെ അവൻ പറയാനൊക്കെ. ആ കൈ എന്തിനാ അങ്ങനെ വെച്ചിരിക്കണ? പറഞ്ഞാൽ കേൾക്കൊന്നുമില്ല. നമുക്കെന്തായാലും പോവാം. അപ്പം കൈസ് ബസ് ഇപ്പോഴാണ് വന്നത്. എന്തായാലും പോട്ടെ, ബസ്സിന് പോവാം കൈസ്. എൻ്റെ ചേട്ടനാണ് ആ തേങ്ങ കൊണ്ട് തട്ടിയിട്ട് പോണത്. അപ്പം നമ്മളിവിടെ നിന്ന് പോണ്ട എൻ്റെ ചേട്ടൻ. അപ്പം ഗൈസ് നമ്മളിവിടെ നിന്ന് ബസ് കയറാൻ വേണ്ടി പോവുകയാണ്. പോയിട്ട് വരാം. ഫൈനലി ഗൈസ് നമ്മൾ നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് തിരുവനന്തപുരം ബസ് കയറണം. ഗൈസ് ഈ ബസ്സിൻ്റെ പ്രത്യേകതയാണ് ഫുള്ള് പാട്ടൊക്കെ ഭയങ്കര രസമായിട്ട് പോകണം. ബാക്കിലൊക്കെ ആൾക്കാർ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഗൈസ് ഈ ബസ്സിൻ്റെ പ്രത്യേകത ഉണ്ടോ, ഇവിടെ പാട്ട് പെട്ടിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്ലഗ് ബോർഡുണ്ട്, ചാർജ് ചെയ്യാനുള്ള പ്ലഗ് ബോർഡ്, എല്ലാ സംവിധാനമുണ്ട്. ഇപ്പം ശരിക്കും എല്ലാ KSRTC ഇങ്ങനെയാണ്. വല്ല ലോങ്ങൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് മൊബൈലിൻ്റെ ചാർജൊക്കെ തീർന്നു എന്ത് ചെയ്യും. അപ്പം എനിക്ക് ഈ സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. KSRTC ബസ് സ്റ്റാൻഡിൽ ഈ ബസ്സിലുള്ള ഈ ഒരു സൗകര്യം നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. അപ്പം കഴിച്ച് ഈ ബസ് ടൂറിസത്തിൻ്റെ ബസ്സാണ്, അതാണ് ഇതിൽ ഇങ്ങനൊരു സംഭവം ഉള്ളത്. അപ്പം എന്തായാലും കൊള്ളാം, നൈസ്. അപ്പം എന്തായാലും നമുക്ക് പോകാം. ഇനിയിപ്പോൾ നേരെ കൊല്ലം ബസ് കയറണം. ഇനി ഇവിടെ നിന്ന് പോവാം. എന്തായാലും ടൂറിസത്തിൻ്റെ ബസ്സായതുകൊണ്ടാണ് അങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ളത് ബസ്സിന്. ബസ്സിന് പാട്ടിൻ്റെത്, അതുപോലെ തന്നെ ചാർജ് പോയിൻ്റും ഒക്കെ ഉള്ളത്. എന്തായാലും എല്ലാ ബസ്സിലും അങ്ങനെയൊക്കെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പഴയ കേസ് നമ്മൾ കണിയാപുരം എത്തി. നമ്മൾ വന്ന ബസ്സിൽ അപ്പം ഞാൻ ബസ്സിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റി അല്ലേ അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് പോകാനുണ്ട്. അപ്പം ഇവിടെ റോഡ് പണി നടക്കുന്നതോട് ഭയങ്കര ഇതാണ്. അപ്പോൾ നമ്മളിവിടെ ഇവർക്കും ഇവിടെ തൊഴിലുറപ്പൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. തൊഴിലുറപ്പുകാർ വൃത്തിയാക്കി എല്ലാം ഇട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി എപ്പോഴും ചാരണം ഗൈസ്. ഇതാണ് ഏറ്റവും വൃത്തികെട്ട സ്വഭാവം എന്ന് പറയുന്നത്. ചാരി ചാരി ബാക്കിയുള്ളവർക്ക് എവിടെ പോകാനും പറ്റൂല. ആഹാ, തൊഴിലുറപ്പുകാർ മഴക്കുഴിക്ക് വരും വേറെന്തോ കുഴിയൊക്കെ എടുത്തിട്ടിരിക്കുന്നു ഗൈസ്. ചേച്ചിക്ക് കൃഷി ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു.
ആർജിക്ക് എവിടെ പോയാലും മൂത്രം ഒഴിക്കണം. മൂത്രം ഒഴിക്കണം. തിന്നാൻ വിളിച്ചാലും മൂത്രം ഒഴിക്കണം. എവിടെയും പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാലും മൂത്രം ഒഴിക്കണം. എനിക്ക് ഈ സ്വഭാവം ഇഷ്ടമേ ഇല്ല. ഗൈസ് നമ്മളിവിടെ നടന്ന് ചേച്ചിയുടെ വീട്ടിലെത്തി. ചേച്ചിയുടെ അമ്മയുണ്ട്. എന്തായാലും പോയിട്ട് വരാം. ഇതാണ് ചേച്ചിയുടെ വീട്. ഈ വീടിന് പാലിയാച്ചിന് വന്നപ്പോൾ ആദ്യമായിട്ട് താമസിച്ചത് ഞങ്ങളാണ് ഗസ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും പോവാം. ഇപ്പം ഡാൻസിനുള്ള ആൾക്കാരൊക്കെ ഒരുങ്ങി. യവൻ ഇവിടെ കൂതറയായിട്ട് അടക്കണത്. യവനെ ഒരുക്കിയിട്ട് യവൻ്റെ കൂതറയായിട്ട് അടക്കണത്. ചേച്ചി ഇതേ ഒരുങ്ങി. ചേട്ടാ പോവാം. ചേട്ടാന്ന് വിളിക്കുമ്പോൾ ആ 32 പല്ലും എൻ്റെ പൊന്നോ മോനെ മനസ്സിൽ ലഡു പൊട്ടിയത്. ഞാൻ ചേട്ടാന്ന് വിളിക്കാത്തത് കൊണ്ടാണ് ചേട്ടാന്ന് വിളിച്ചപ്പോൾ ചിരിക്കുന്നത് അല്ലേ? അതാണ്. വാ പോവാം. അപ്പോൾ നമ്മൾ റെഡി ആയി കഴിച്ചു. ഇനി നമ്മൾ പതുക്കെ പോവേണ്. പോയിട്ട് വരാം. അപ്പം കഴിച്ച് ഇവിടുത്തെ മേക്കപ്പ് റൂമാണ് പിള്ളേരെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇനി അടുത്ത മേക്കപ്പിനുള്ളത് പരിപാടിയിലാണ്. നമുക്ക് ഒരുക്കാം. ഇവിടെ പിള്ളേരൊക്കെ അടിപൊളി അണിഞ്ഞൊരുങ്ങി നിൽപ്പുണ്ട്. കേസ് ഇവരുടെയൊക്കെ പരിപാടി വന്നുകൊണ്ട് മീറ്റിംഗ് ഇവിടെ. എന്തായാലും നമ്മൾ എല്ലാ പരിപാടിയും കണ്ടിട്ട് പോകുന്നത് നിൽക്കുന്നത് പ്ലാനിൽ നിൽക്കുന്നത് നോക്കട്ടെ. എന്തായാലും അവസ്ഥ അറിയാൻ പാടില്ല. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഒരുപാട് ലേറ്റാവും. നമ്മുടെ ഈ ട്രാവൽ വ്ലോഗിൽ ഇവരുടെ പ്രോഗ്രാം കൊണ്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ചില ഡാൻസുകളുടെ പാട്ടുകളൊക്കെ കോപ്പറേറ്റ് അടിക്കുമ്പോൾ ആ പാട്ടിനോടും വേറെ വല്ല പാട്ടൊക്കെ ആണ് യൂട്യൂബിൽ ഇടുന്നതെങ്കിൽ ക്ഷമിക്കുക ഗൈസ്. അത് കോപ്പറേറ്റ് അടിച്ചിട്ട് പണിയിട്ടതാണെന്ന് വിചാരിക്കുക എല്ലാവരും. പരിപാടികൾ ആരംഭിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഫസ്റ്റ് തന്നെ കുറച്ച് നേരം പ്രസംഗമൊക്കെ ആയിരിക്കുമല്ലോ. അതിനുശേഷമാണ് പിള്ളേരുടെ പരിപാടി. പിള്ളേരുടെ പരിപാടിക്ക് നമ്മൾ വെയിറ്റിംഗ്. എന്തായാലും പ്രസംഗമൊക്കെ വെറുതെ ഞാൻ റെക്കോർഡ് ചെയ്യൂല. വെറുതെ കേട്ടിരിക്കാം. വേറെ വഴിയില്ലല്ലോ. അഡ്ജസ്റ്റ് ചെയ്യാം. കുട്ടികളുടെ പ്രാർത്ഥന കൊണ്ട് പരിപാടി ആരംഭിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. എന്തായാലും പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. നമ്മളോട് എന്തായാലും ഞാൻ സൈഡിലാണ് വെയിറ്റ് ചെയ്യണം. നോക്കാം. ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമ്മുടെ ഈ ക്ലാസ് റൂമുകൾക്ക് സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഭയപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ അമിതമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തിയോ അല്ല ഇവിടെ കുട്ടികളെ അവരുടെ പാഠഭാഗങ്ങളിലൂടെ അവരുടെ ഓരോ സെക്ഷനിൽ ഓരോ ടീച്ചർമാരാണ് പിള്ളേരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ പറക്കാലിനെ കുറിച്ച് ഒരു കഥ പറയുകയുണ്ട്. ഓരോരുത്തരും പിള്ളേരെ ഒളിപ്പിച്ചാണ് ചെയ്യുന്നത്. ആരെയും കാണിക്കാതെ അവിടെയൊക്കെ ഉണ്ട് പിള്ളേർ ഒരുങ്ങിയിരിക്കുന്നത്. ഇവിടെയുണ്ട് കൊല്ലേശ്. ഇവിടെ എല്ലാവരും ഒരുക്കി ഓരോ മൂലയ്ക്ക് ഇട്ട് ഇവിടെ ഒരുത്തൻ കരഞ്ഞോണ്ടിരിക്കുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരാൾ ഒരുക്കി. എവിടെ നിന്റെ ക്ലോസപ്പ് എടുക്കട്ടെ. അപ്പൊ ഇവിടെ ബട്ടർഫ്ലൈയും തുമ്പികളൊക്കെ ഉണ്ട് കഴിച്ച്. ഇവിടെ പിള്ളേരൊക്കെ ഒരുങ്ങി നിൽക്കണ്. നമുക്ക് ഇവിടെ നിന്ന് നേരെ തിരിച്ച് പുറത്തോട്ട് പോവാം. കൃഷ്ണ അവിടെ നിന്ന് ആരെയോ തപ്പുന്നുണ്ട് ഗൈസ്. അവിടെ ഒളിച്ച് നിന്നിട്ട് നോക്കുന്നുണ്ട്. പിള്ളേരൊക്കെ ഇഷ്ടംപോലെ ഒരുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പ്രസംഗം. പിള്ളേരൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലും ബഹളമൊക്കെ ആയി തുടങ്ങി. ശ്രീ ഹാരിസ് അഗർവാൾ കുട്ടികൾക്കായി സ്പോൺസർ ചെയ്ത ക്യാഷ് പ്രൈസുമാണ് നൽകുന്നത്. അപ്പോൾ അത് വാങ്ങുന്നതിനായി ഗൗരി ശങ്കരിയെ ക്ഷണിക്കുന്നു. അവാർഡ് വിതരണം ചെയ്യുന്നതിനായി വൈസ് പ്രസിഡന്റ് മാതൃക ബിബി അവരെ ക്ഷണിക്കുകയാണ്. ഗൗരി ശങ്കരി എസ് അനാദ്യ ഗോപാൽ. നല്ലൊരു ക്ലാപ്പോട് കൂടി നമുക്ക് അമൽ മുഹമ്മദിനെ വേദിയിലേക്ക് വിളിക്കാം. സ്റ്റാൻഡേർഡില് അമൽ മുഹമ്മദ്. ഫൈനലി പിള്ളേരുടെ ഡാൻസ് തുടങ്ങി ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഡാൻസാണിത്. നമുക്ക് എന്തായാലും പരിപാടിയിലേക്ക് പരിപാടി കാണാം. കോപ്പിറൈറ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കാം ഗൈസ്. അപ്പം ഗൈസ് അടുത്ത ഡാൻസ് തുടങ്ങി.
belongs to the very mean, angry, selfish giant. Oh, good that he isn't here. The grass is so green and soft, and the flowers look like stars. Shh! Stop talking. I want to listen to those birds singing. And our parents must be worried. We can come back tomorrow. Yes. Anyway, the train will not be back for now. I had gone to see my friend and come. Dee, die, do, da. I can see things running around. Dee, die, do, da. I'm going to have soup with cloves and thumbs. Oh, come on, all of you. Oh, please, Mr. Ryan. My garden is only for me to play. I'm going to build a big wall around it. Ha 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 ha. And beware of the notice board on the wall. Ha 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 ha. Now, where are we going to play? The road is dusty and full of hard stones. I wouldn't like to play on the road. I miss so much the beautiful garden. How happy we were then. Hey, here comes spring. I am here to visit every garden in the land. Every bird, every tree, every blossom and every bee. But not the selfish giant flower. I will blow, blow and blow till I feel with all my breath. This garden will remain as cold and grey like the giant's heart. We are here to stay. Spring, you are not welcome here anyway. I will be the only one to dance to the breeze. Are you? And how did this happen? I am a speck of a child's laughter. If someone shares me love, I shine with the best of summer's warmth and with the colors of spring. Your garden needs the laughter of children, and your heart needs the virtue to share. That is called love. But the garden is mine. Why should I share? Think about it, dear giant. Everything in this world is meant to be shared. Trees share their fruits. Birds share their voices. This is called love. Do you all believe in love?
അടുത്ത ടീച്ചർമാരുടെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടീച്ചർമാരെല്ലാവരും കൂടി ഡാൻസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് പരിപാടികൾ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അടുത്ത് നമ്മുടെ കൊച്ചിൻ്റെ പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പൊളിയായിട്ട് നോക്കാം. It's your birthday. We gon' party like it's your birthday. We gon' sip a party like it's your birthday. And you know we don't give a fuck 'cause it's your birthday. Party in the club, bottle full of gold. My mind got what you need. Give me the front boss. Oh yeah, it's insane. We gon' go.
സ്കൂൾ കലോത്സവം. അപ്പൊ അടുത്ത് കുഞ്ഞു പിള്ളേരുടെ പരിപാടിയൊക്കെ തുടങ്ങി. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ പരിപാടി നടക്കുന്ന സ്കൂള്. നമ്മുടെ LPS സ്കൂള്, ഗവൺമെന്റ് LPS സ്കൂള് ആലുംമൂടാണ്. അപ്പോൾ ഇത് നമ്മളെ കണിയാപുരത്താണുള്ളത്. അടിപൊളിയായിരുന്നു. ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ നമുക്ക് കാണാം ഗൈസ്. ഇവിടെ ആർജ കൊച്ചിനെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൈ ബൈ. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പം വീട്ടിൽ പോവുകയാണ്. അതിന് നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി ആദരിച്ച് കൊന്നതൊക്കെ നമ്മൾ എല്ലാവരും നിറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലേ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അതാണ് ഇവിടെ നമ്മുടെ അപ്പു, കണ്ണൻ, അമ്മ. അപ്പം എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് സ്കൂളിൽ വേറെ ലെവലാണ്. കൊച്ചു തന്നെ കോപ്പിറൈറ്റ് കിട്ടുകയും മര്യാദക്കാണ്, അല്ലെങ്കിൽ വെറുതെ കാണും. അപ്പൂനെ കണ്ണനെ അത് അങ്ങനത്തെ കണ്ണ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇതാക്കി കാണിക്കുന്നു. എവിടെ? ഓ വെട്രി തെണ്ടേ. അതാണ് കണ്ണാപ്പി. കണ്ണാപ്പി വേറെ ലെവലാണ്. കണ്ണാപ്പിയുടെ ഡാൻസ് ഒക്കെ ഉണ്ട് ഗൈസ്, നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ ട്രാവൽ വ്ലോഗ് തീരുമാനത്തിലുള്ള ഇന്നത്തെ ട്രാവൽ വ്ലോഗ് അല്ലേ. സ്കൂളിലെ പരിപാടി കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. നമുക്ക് ഉറങ്ങിപ്പോയി ഗൈസ്. ഇന്നലെ 12 മണി കഴിഞ്ഞായിരുന്നു. പിന്നെ ബ്ലോഗ് എൻ്റെ ഒപ്പം കിട്ടില്ല. ഉച്ചപ്പാടിൽ സംസാരിച്ച പ്രശ്നമല്ലേ, എല്ലാവർക്കും ഉറക്കും. ഇവനൊക്കെ ഉറങ്ങിപ്പോയി. ഇവൻ ചാടി ചാടി കളിച്ചിട്ട് തളർന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സ്കൂളിലെ കലോത്സവം നോക്കിയത്. അപ്പം എന്തായാലും പാട്ടൊക്കെ കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ഫ്രം ആർജെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.